ഹലോ. നമ്മൾ നേരത്തെ താജ്മഹലിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെയിം ഡേ തന്നെ നമ്മൾ പോയ ആഗ്ര ഫോർട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ട്രാവൽ വിത്ത് മീ ടു ആഗ്ര ഫോർട്ട്. പലരുടെയും ധാരണ ഡൽഹിയുടെ അടുത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ അടുത്ത് തന്നെയാണ്, പക്ഷേ വളരെ അടുത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഡൽഹിയിൽ നിന്ന് 4 മണിക്കൂറോളം യാത്ര ചെയ്താലേ ആഗ്രയിലെത്താൻ പറ്റുള്ളൂ. സിഗർവാർ ഗോത്രത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ കോട്ട 1080 കാലഘട്ടത്തിൽ ഗസ്നവികൾ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് ദില്ലി സുൽത്താനായ സിക്കന്ദർ ലോധിയും അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം ലോധിയുടെയും ഭരണമായിരുന്നു. പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം മുഗൾ സാമ്രാജ്യം ഈ കോട്ട കൈയടക്കി. പിന്നീട് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 1565 അക്ബർ ചക്രവർത്തിയാണ് ഈ കോട്ട പുതുക്കി പണിഞ്ഞത്. 8000ഓളം ആൾക്കാർ പണിയെടുത്ത് ഏകദേശം 8 വർഷം കൊണ്ടാണ് ഈ കോട്ട പണി പൂർത്തിയാക്കിയത്. അക്ബറിൻ്റെ പേരക്കുട്ടിയായ ഷാജഹാനാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ കോട്ടയെ മാറ്റിയെടുത്തത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ ഈ കോട്ട കാണാൻ ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ വളരെ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് വേണ്ടി വരും. ഇതാണ് കോട്ടയുടെ പ്രധാന കവാടം. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഈ ഒരു കവാടത്തിൻ്റെ പേര് അമർ സിംഗ് ഗേറ്റ് ആണ്. മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഇതിന് അക്ബർ ദർവാസ എന്നൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. ചുമന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നടുമുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധങ്ങൾ വിജയിച്ചതിന് ശേഷം ആനപ്പുറത്തായിരുന്നു രാജാക്കന്മാർ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആനപ്പുറത്തിരുന്ന് ഒരാൾക്ക് സുഖമായിട്ട് കടന്നു വരാവുന്ന രീതിയിലുള്ള കവാടവാതിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കവാടവാതിലിലൂടെ കടന്ന് നമുക്ക് അകത്തെത്തുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തോട് കൂടിയിട്ടുള്ള ജഹാംഗീർ മഹൽ കാണാൻ സാധിക്കും. ജോധ അക്ബർ മൂവിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു ജഹാംഗീർ മഹലിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ എന്തെല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ അവർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജോധ അക്ബർ സിനിമ കണ്ടവർക്കൊക്കെ ജോധയുടെയും അക്ബറിൻ്റെയും പ്രണയത്തെക്കുറിച്ചറിയാം. അതുപോലെ തന്നെ താജ്മഹലിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ മുംതാസിനെയും ഷാജഹാൻ ചക്രവർത്തിയെയും കുറിച്ചറിയാം. ഇവരുടെ 2 കാലഘട്ടത്തിൻ്റെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കോട്ട കൂടിയാണിത്. കോഹിനൂർ രത്നങ്ങളടങ്ങിയ വലിയൊരു ഖജനാവ് തന്നെ ഈ കോട്ടയ്ക്കകത്തുണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് ഹുമയൂൺ ചക്രവർത്തി ഭരിച്ചിരുന്ന സമയത്ത് പഷ്തൂൺ നേതാവായിട്ടുള്ള ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തി. പിന്നീട് തുടർന്ന് 5 വർഷക്കാലം പഷ്തൂൺ സാമ്രാജ്യമായിരുന്നു ഈ കോട്ട ഭരിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും ഹുമയൂൺ തന്നെ പഷ്തൂണുകളെ തോൽപ്പിച്ചതിന് ശേഷം വീണ്ടും കോട്ടയെ മുഗൾ ഭരണത്തിലാക്കുകയായിരുന്നു. ഇവിടെ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കോട്ടയ്ക്കകത്ത് നിന്ന് തന്നെ താജ്മഹൽ നമുക്ക് വിദൂര കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും. ചുമന്ന മണൽക്കല്ല് കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വെളുത്ത മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഷാജഹാൻ ചക്രവർത്തിയാണ്. ഈ കാണുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു മകളുടെ ബെഡ്റൂം ആയിരുന്നു. ഇതുപോലെ ഒരുപാട് മുറികൾ ഈ കോട്ടയ്ക്കകത്തുണ്ട്. ഷാജഹാൻ്റെ മകനായിട്ടുള്ള ഔറംഗസേബ് ഷാജഹാനെ ഒരു തടങ്കലിലാക്കിയിട്ട് ഉണ്ടായിരുന്നു. അതും ഈ ഒരു ആഗ്ര ഫോർട്ടിലാണ്. അങ്ങനെ തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്ന മുറിയും ഈ ഒരു കോട്ടയ്ക്കകത്തുണ്ട്. അപ്പോൾ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹലിനെ കാണുന്ന രീതിയിലായിരുന്നു ആ തടവറയ്ക്കുള്ളിൽ നിന്ന് നോക്കിയാൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന്
ഷാജഹാൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ ഭാര്യ ഉറങ്ങുന്ന മണ്ണ് നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. യമുനാ നദിക്ക് സമാന്തരമായിട്ട് അർദ്ധവൃത്താകൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്കകത്ത് ഷാജഹാൻ നിർമ്മിച്ച ദിവാൻ ഇ ഖാസ് എന്ന മാളികയാണ് ഈ കാണുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് താജ്മഹലിലേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് നമുക്കൊരു അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ച. ചുമന്ന കട്ടകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു കോട്ടയ്ക്ക് ബാദൽഗഡ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. മുഗൾ ഭരണത്തിന് ശേഷം ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയായിരുന്നു. ഈ കോട്ടയ്ക്ക് പ്രധാനമായിട്ടും 4 കവാടങ്ങളാണ് ഉള്ളത്. കിഴക്ക് വശത്തായിട്ടുള്ള ഗേറ്റാണ് ഗിസ്രി ഗേറ്റ്. അത് യമുനാ നദിയിലേക്കാണ് തുറക്കുന്നത്. നമുക്ക് ഈ കാണുന്നത് യമുനാ നദിയാണ്. താജ്മഹലിൻ്റെ മുന്നിലായിട്ട് കാണുന്നത് യമുനാ നദിയാണ്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നഗരത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്നതാണ് ഡൽഹി ഗേറ്റ്. ഡൽഹി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന കവാടമായിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ഡൽഹി ഗേറ്റ് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഒരു മഹാ അത്ഭുതമായിരുന്നു എന്നായിരുന്നു പറയപ്പെടുന്നത്. ഡൽഹി ഗേറ്റ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കോട്ടയുടെ തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് നമ്മൾ വന്ന് കയറിയ അക്ബർ ദർവാസ. ഇതിന് ലാഹോർ ഗേറ്റ് എന്നും അമർ സിംഗ് ഗേറ്റ് എന്നും പേരുണ്ട്. ഇസ്ലാമിക് വാസ്തുകലയുടെയും ഇന്ത്യൻ വാസ്തുകലയുടെയും മിശ്രണമാണ് ഈ കോട്ട. ഈ കാണുന്നതാണ് സോംനാഥ് ഗേറ്റ്. അപ്പോൾ ഈ ഒരു വാതിലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവരതിനെ ഗ്ലാസ് ഇട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഗ്ലാസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ആ ഗേറ്റ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആഗ്ര ഫോർട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.